തകരുമ്പോ കൂടെയുള്ളവർ മുഴുവനും തകർന്നു വീഴുമ്പോ വീണ മരണത്തോടെ മുന്നടിക്കുമ്പോ ഒരു പറയുന്നു ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് പടച്ചറബേ ജനതയെ നീ സഹായിക്കണേ അല്ലാഹ് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ് സഹായിക്കണേ അല്ലാഹ് നിങ്ങളെ സഹായിച്ച അല്ലാഹ് നീ അവരെ കൈവിടല്ലേ അല്ലാഹ് മരിച്ചവർക്ക് ശഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ് ജനങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ തകർന്നു പോയ ബോംബ് വന്ന് വീണ് തകർന്നു പോയ വീടിന്റെ മുറ്റത്തിരുന്നിട്ട് ഒരു ചെറിയ മകന് ഖുർആൻ ഓതുകയാ. ചെറിയ കുട്ടിയുണ്ടല്ലോ തകർന്നു വീടുന്ന ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണോ. വല്ലകും മിനൽ ഖൗഫി വൽ ونقسم من الأموال والأنفس والثمرات وبشر الصابرين. പുണ്യമകന് ഖുർആൻ ഓതുന്ന വീഡിയോ കണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് കള്ളു കുടിക്കത്തില്ല പെണ്ണുങ്ങൾ, കഞ്ചാവ് അടിക്കത്തില്ല പെണ്ണുങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല ഉമ്മമാർ, പ്രായമുള്ള വാപ്പ നീ കള്ളും കുടിക്കത്തില്ല കഞ്ചാവ് അടിക്കത്തില്ല ഒന്നുമില്ല. പക്ഷെ വാപ്പായ്ക്ക് മഗ്രിബ് കഴിഞ്ഞ കൈവറയ്ക്കും സീരിയൽ കണ്ടില്ലെങ്കിൽ. ഇന്ന് സീരിയലിന്റെ അടിമകളായി വയസ്സാം കാലത്ത് സങ്കടവധ. ചെറുപ്പകാലത്തായിരുന്നെങ്കിൽ പിന്നെയും പറയാം. ഇവിടെ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ പിന്നെ അവൻ എന്ന് നന്നാകാനാ? അല്ലാഹു കാക്കുമാറാകട്ടെ. 40 വയസ്സ്. എനിക്ക് ഏറ്റവും സങ്കടം ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ ചോദിക്കുന്നത്, ചെറുപ്പകാലത്തൊക്കെ നിങ്ങൾ നടന്നു, അല്ലാഹയെ പേടിച്ച് നടന്നു, TV ഇല്ല, സീരിയലില്ല, നിസ്കാരം ദിക്റും ഖുർആനുമായിട്ട് നടന്നു. ഇനി CC തീരാറായ സമയത്താ തെറ്റിയുന്നേ. ഈ പ്രായമായ കാലത്ത് ഈ പ്രായമായ ഉമ്മ സീരിയൽ കണ്ടിട്ട് കരയുകയാ. സങ്കടം. ഉമ്മമാരുടെയൊക്കെ കണ്ണുനീര് കാണണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം കണ്ടാ കരയില്ല, ഖബറ് പറഞ്ഞാ കരയില്ല. എന്റെ ഉമ്മമാരിരുന്ന് കരയുകയാ. സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുന്ന ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവേ, ചെറുപ്പക്കാരാ, പാപ്പമാരേ, അല്ലാഹുവിന്റെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം ബാപ്പാ. പരിശുദ്ധമായ ഖുർആൻ ഓതു ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജന്നത്തുൽ ബഖീയിലെ കടന്നു ചെന്നാൽ ഇങ്ങനെ നടന്നു മധ്യഭാഗത്ത് പോകുമ്പോ കല്ല് വെച്ചടുക്കി വെച്ചിരിക്കുന്ന ഒരു ഖബർ കാണാം. ആ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് ആരുടെ ഖബറാണെന്നറിയുമോ? സയ്യിദുനാ ഉസ്മാൻ. നബിതങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച സഹാബി. നബിതങ്ങളുടെ 2 പെൺമക്കളെ ലോകത്ത് ഒരാൾക്കും ഇതുപോലെ ഭാഗ്യം കിട്ടിയിട്ടില്ല. ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്റെയും 2 മക്കളെ വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ല. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പെൺമക്കളെ പലരും കിട്ടിയിട്ടുണ്ട്. 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഏക വ്യക്തി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഇവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ, സ്വന്തം നാടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഞങ്ങളുടെ മയ്യത്ത് ഖബറടക്കുന്നുണ്ടെങ്കിൽ ഉസ്മാൻ തങ്ങൾ കിടക്കുന്ന ജന്നത്തുൽ ബഖീയിൽ 1 അടി മണ്ണ് തരണേ അല്ലാഹ്. 1 അടി മണ്ണ് തരണേ പടച്ചവനെ. അവിടെ കിടക്കാൻ നീ ഭാഗ്യം തരണേ പടച്ചവനെ. ഉസ്മാൻ തങ്ങൾ ഇവിടെ സ്വന്തം മകളെ നബിതങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തു. മകള് മരണപ്പെട്ടു. 2ാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ മകളെയും കെട്ടിച്ചു കൊടുത്തു. നബിതങ്ങൾ പറഞ്ഞത്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ അതിനെയും നിനക്ക് തന്നെ ഞാൻ തരും. നമ്മുടെ നാട്ടിൽ ഒരാൾ പെണ്ണ് കെട്ടി, ഭാര്യ മരിച്ചുപോയി. അപ്പൊ പറയും പെണ്ണ് വാഴത്തില്ല. 2ാമത് കെട്ടി, അതും മരിച്ചു. പറയും പിന്നെ പെണ്ണെ കെട്ടത്തില്ല അവന്. ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തന്നെ തരും. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ
ഖുർആനിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു ഉസ്മാൻ തങ്ങൾ. ഖുർആനിനോട് വല്ലാത്ത ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉസ്മാനെ നീ മരിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ. എന്റെ ഉപ്പമാര് പഠിക്കണം, ഇത് സിനിമാ കഥയൊന്നുമല്ല, വായിക്കാൻ കിട്ടും, പേടിച്ച് വായിച്ചോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ നീ ഷഹീദാകുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ. നീ അവസാനമായിട്ട് ഓതുന്നത് സൂറത്തുൽ ബഖറ. നീ അവസാനമായിട്ട് ഓതുന്നത് സൂറത്തുൽ ബഖറ. നിന്റെ രക്തം വീഴുന്നത് ഖുർആനിന്റെ മുകളിലാണ്. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു സൂറത്തുൽ ബഖറയുടെ 137ാമത്തെ ആയത്ത്, ഈ ആയത്തിന്റെ മുകളിൽ നിന്റെ ചുടുരക്തം വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു കൊടുത്തു, നീ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഷഹീദാകും, നിന്റെ രക്തം ഇന്ന ആയത്തിന്റെ മുകളിൽ വീഴും. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ മുഴുവനും വീട് വളച്ചു. 600ഓളം വരുന്ന ശത്രുക്കൾ അന്യ രാജ്യത്ത് നിന്ന് കടന്നു വന്നു. സഹാബികൾ മുഴുവനും ഹജ്ജിന് പോയപ്പോ ഉസ്മാൻ തങ്ങളുടെ വീടിന് വെളിയിലിറങ്ങാൻ സമ്മതിക്കണില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കണില്ല. നിസ്കരിക്കാനും പള്ളിയിൽ പോകാനും ജനങ്ങളുടെ കാര്യം നോക്കാനും ഒന്നിനും കൊടുക്കാതെ വീടിനകത്ത് അടച്ചിട്ടിരിക്കുക. വെള്ളവുമില്ല, ഭക്ഷണവുമില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി നോമ്പുകാരനാ. 1 ദിവസം പിടിച്ചു, 2 ദിവസം പിടിച്ചു. കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ല, പട്ടിണി നോമ്പ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ നായില ബീവി റളിയല്ലാഹു തആല അൻഹ വെള്ളമെടുക്കാൻ വേണ്ടി വീടിന് പുറത്തിറങ്ങിയപ്പോൾ പരിഹസിച്ചുകൊണ്ട് കേറ്റിക്കകത്ത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം പരിശുദ്ധമായ ഖുർആൻ, അന്ന് പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞു. ഉസ്മാൻ തങ്ങൾ പൈജാമ ഇടാറില്ല. ഉസ്മാൻ തങ്ങൾ അന്ന് ആദ്യമായിട്ട് പറഞ്ഞു പൈജാമ കൊണ്ടുവരാൻ. ഉസ്മാൻ തങ്ങൾ വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സഹാബിയ. പഠിക്കണം പെണ്ണുങ്ങളൊക്കെ. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തതിനു ശേഷം മരിക്കുന്ന കാലം വരെ സ്വന്തം കൈകൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അങ്ങനെ സഹാബി, ആ സഹാബി പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞു. ആദ്യമായിട്ട് പൈജാമ ധരിച്ചു. എന്തിനെന്നറിയോ? ആ സഹാബിക്കറിയാം കുറച്ച് കഴിയുമ്പോ വീടിനകത്ത് കയറി വന്നിട്ട് കൊല്ലൂന്നറിയാം. കാരണം പട്ടിണി നോമ്പ് പിടിച്ചു കിടന്നു 2 ദിവസം. അവസാനം തളർന്ന് കിടക്കുന്നത് കണ്ടപ്പോ നായില ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടം തോന്നി. തന്റെ ഭർത്താവിന്റെ അവസ്ഥ കണ്ടിട്ട് അടുത്ത് എന്നിട്ട് കരയ്യ. നായില ബീവി കരയുന്നു. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്തിനാ കരയുന്ന നായില? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കരയാ തങ്ങളെ. ആരാ പറഞ്ഞത് ഞാൻ പട്ടിണിയാണെന്ന്? ആരാ നിന്നോട് പറഞ്ഞത് ഞാൻ പട്ടിണിയിലാണ്? നായില, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്റെ മുത്തി നബി എനിക്ക് കൊണ്ടുവന്നു ഭക്ഷണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഭക്ഷണവും തന്നു, വെള്ളവും തന്നു. എന്നിട്ട് നബി തങ്ങൾ എന്നോട് പറഞ്ഞറിയോ? നാളെ നോമ്പ് തുറക്കാൻ വരണേന്ന് വിളിച്ചിട്ടാ പോയത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നാളെ നോമ്പ് തുറക്കാൻ നീ വരണം. ഞാനും നീയും അബൂബക്കറും ഉമറും ഒരുമിച്ചിരുന്ന നോമ്പ് തുറക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം കമീസ് ധരിക്കാനുള്ള കാരണം ശത്രുക്കൾ വീടിനകത്ത് കയറി കെട്ടി വെട്ടി നുറുക്കുമ്പോ ഔറത്ത് ആരും കാണരുത്. മുണ്ടാണെങ്കിൽ ഔറത്തെല്ലാരും കാണും, കമീസാണെങ്കിൽ ഔറത്തെല്ലാവരും കാണും. അവര് ക്രൂരമായി വെട്ടി നുറുക്കി കൊല്ലുമ്പോ ഔറത്ത് കാണാതിരിക്കാൻ അവിടുന്ന് പാൻറ് ധരിച്ചത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ പഠിക്കണം. ഇന്ന് വയതിന് വരുമ്പോ ഹിജാബ്, കല്യാണത്തിന് പോയാ ബീച്ചിൽ പോയാ ഒന്നുമില്ല. ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്താ പറയുന്നത്? തല ഹിജാബ് വിവാദം. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയുന്നത് തല മറയ്ക്കുന്നതും മറയ്ക്കാതിരിക്കുന്നതും ഞങ്ങളുടെ അവകാശം. നിന്റെ അവകാശമൊക്കെ തന്നെ ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് ഞാൻ ചരിത്രം പറയാം. മുടി പുറത്തിട്ട് കാണിക്കുന്ന, സ്വന്തം ഹിജാബ് എടുത്തു മാറ്റിക്കിട്ട് അഭിമാനം പറയുന്ന വാപ്പമാര് പഠിക്കണം. സ്വന്തം ഭാര്യ തലമറയ്ക്കാതെ നടക്കുമ്പോ, സ്വന്തം മക്കൾ തലമറയ്ക്കാതെ നടക്കുമ്പോ അത് അവരുടെ അവകാശമാണെന്ന് പറയുന്ന വാപ്പയും ഉമ്മയും പഠിക്കണം. അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 3 വിഭാഗം ഏറ്റവും നശിച്ചവർ. ആ 3 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പ, തന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത ഭർത്താവ്, തന്റെ മക്കളെ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പ. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ മക്കാമിലേക്ക് ഒഴുകി വന്ന ഉമ്മ
തല തുറന്നിടാൻ കുതിക്കുന്ന പെങ്ങള്, നീ ഹിജാബിടും, നീ ഫർദ് ഇടും, നീ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്നവളാ. പക്ഷേ 18 വയസ്സുള്ള നിന്റെ പൊന്നുമകള് ഇറങ്ങിയ പാൻറ് ടീഷർട്ടുമിട്ടിട്ട് അവള് തലയിലല്ല തുണികിടുന്നത്, പടച്ചവനെ കഴുത്തില് ചുറ്റി നടക്കുകയാ. ഉമ്മമാരേ, അതാ ഉസ്മാൻ തങ്ങളുടെ വീടിനകത്തേക്ക് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കള് കിടക്കുകയാണ്. വീടിന്റെ വാതിലെത്തിയിട്ടു, വീടിനകത്തേക്ക് ഇരച്ചു കയറുമ്പോ പെട്ടെന്ന് ചാടി എഴുന്നേക്കുമ്പോ തലയിലെ തുണിയൊന്ന് പുറത്തേക്ക് പോകുകയാണ്. അതാ കൊല്ലുന്നതിന് വേണ്ടി അക്രമകാരികൾ വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ അതാ തലയിൽ കിടന്ന ഷാള് നേരെയിട്ടില്ല, മുടി പുറത്ത് കിടക്കുകയാ, മുടി പുറത്ത് കിടക്കുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, നായില എനിക്ക് പേടി, ഇവരെന്നെ കൊല്ലുകയാണ്, ഇവരെന്നെ കൊല്ലുന്നതിനെക്കാളും എനിക്ക് പേടി എന്തെന്നറിയോ? നിന്റെ മുടി ഇവര് കാണുന്നതാ, നിന്റെ മുടി പുറത്ത് കിടക്കുന്നു, ഇവര് കാണുന്നത് എനിക്ക് പേടിയാനായില്ല. തലയിലേക്ക് ഹിജാബ് എടുത്തിടനായില്ല. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ വാള് കുത്തിയിറക്കുമ്പോ നായില ബീവിയുടെ തലയിലെ മുടിയൽപ്പം പുറത്ത് കിടക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ പറയുന്നു, തലമറയ്ക്കാനായില്ല, തലമറയ്ക്കാനായില്ല, ഇവരെ എനിക്ക് പേടിയില്ല. നിന്റെ മുടി പുറത്തു കിടക്കുകയാണ്, നിന്റെ ഔറത്താണ് മുടി, അത് നീ ഹിജാബിട്ട് മറയ്ക്കാനായില്ല. ഭർത്താവ് ഇങ്ങനെയായിരിക്കണം ബാപ്പാ, ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, ഒരു ബാപ്പ ഇങ്ങനെയായിരിക്കണം. പ്രായപൂർത്തിയായ മക്കള് തലയിൽ തുണിയിട്ടല്ലാതെ തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോ കൊടുക്കാത്ത ഉപ്പമാരെ, നിന്നെയൊന്നും അല്ലാഹു വെറുതെ വിടത്തില്ല. നിന്നെ അല്ലാഹു നാളെ പരലോകത്ത് നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയാണ് ഓതുന്നത്. അപ്പോഴാണ് ശത്രുക്കൾ അവിടുന്ന് വെട്ടുന്നത്. ഉസ്മാൻ തങ്ങളുടെ വെട്ടുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ വീഴുകയാണ്. എവിടെയാ വീണത്? ഉസ്മാൻ തങ്ങൾ ഖുർആൻ എടുത്ത് നോക്കുമ്പോ ആയത്തിന്റെ മുകളിലാ ഞങ്ങൾ പറഞ്ഞിരുന്നു അവിടെ തന്നെ വീഴുമെന്ന്. ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് മുറുകെ പിടിച്ചിട്ട് ഷഹീദായ സഹാബിയാ സയ്യിദുനാ ഉസ്മാൻ. ഖുർആനുമായിട്ട് അന്തർബൈൻ ബന്ധമായിരുന്നു. നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കണോ? ഫലസ്തീൻ എന്ന് പറയുന്ന നാട്ടില് ഇസ്രായേലിന്റെ പടച്ചവനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞിനെ കാണാം, ഒരു ചെറിയ മകനെ കാണാം. 20 മടിക്കുന്ന മക്കളുടെ പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞ് അല്ലാഹുവേ തന്റെ വീട് മുഴുവനും ബോംബിട്ട് തകർത്തു. ഒരുപാട് പേര് മരിച്ചു. ആ തകർന്ന് കിടക്കുന്ന വീടിന്റെ മുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാ. പൊന്നുമോനോദോന ആയത്ത് ഏതെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. 50 വയസ്സുള്ള മകനല്ല ബോധുന്നത്, 50 വയസ്സുള്ളവനല്ല, 40 വയസ്സുള്ളവനല്ല, 30 വയസ്സുള്ളവനല്ല, 20 വയസ്സുള്ളവനല്ല. ഒരു ചെറിയ മകനുണ്ടല്ലോ. എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ പലരും മരണപ്പെട്ടു പോകുമ്പോ ആ മകൻ പറയുകയാ, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാ.
വനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് അല്ലാഹു ഭയപ്പെടുത്തുമല്ലോ അല്ലാഹു വിശപ്പ് തരുമല്ലോ അല്ലാഹു സാമ്പത്തികമായി തകർക്കുമല്ലോ അല്ലാഹു രോഗങ്ങൾ കൊടുക്കുമല്ലോ അല്ലാഹു മരണം കൊടുക്കുമല്ലോ അപ്പോഴും പറയും ബശീരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി ഇതാണോ അങ്ങനെ വേണം മക്കളെ വളർത്താൻ അങ്ങനെ വേണം മക്കളെ വളർത്താൻ ആ പൊന്നുമോനെ ആ സമയത്തും ഖുർആൻ മുറുകെ പിടിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഖുർആനിന്റെ ആൾക്കാരാക് ഖുർആനിന്റെ ആൾക്കാരാക് ഒന്നുകിൽ നീ പഠിക്ക് അല്ലെങ്കിൽ നീ പഠിപ്പിക്ക് അല്ലെങ്കിൽ നീ ഹാഫിളാക് അല്ലെങ്കിൽ നീ പാരായണം ചെയ്യ് അല്ലെങ്കിൽ അവരുടെ കൂടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട് സഹോദരാ ഒന്നുകിൽ നീ ആലിമാക് അല്ലെങ്കിൽ മുതഅല്ലിമാക് അല്ലെങ്കിൽ മുഹിബ്ബാക് അല്ലെങ്കിൽ മുസ്ലിമിയാക് ഫലാ തകുന ഖാമിസാ നീ ഒരു വേറെ വിഭാഗത്തിൽ പെടരുത് നീ അഞ്ചാമതൊരു വിഭാഗത്തിൽ പെടരുതെന്ന് നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ് ചെറുപ്പക്കാരോട് പറയുകയാ മോനെ റബീഅത്ത് ബിൻ ഖൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം റബീഅത്ത് ബിൻ ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാതെ ഭയപ്പെട്ട് ജീവിച്ച ചെറുപ്പക്കാരനാ ഈ റബീഅത്ത് ബിൻ ഖൈസം ഉണ്ടല്ലോ ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു പടച്ചവനെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാ വിവാഹം കഴിക്കാത്ത റബീഅത്ത് ബിൻ ഖൈസം ഉണ്ടല്ലോ അല്ലാഹുവിനോട് ദുആ ചെയ്തു പടച്ച റബ്ബേ എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണണം തമ്പുരാനെ എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണണം തമ്പുരാനെ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാ അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ സ്വർഗ്ഗത്തിലെ ഭാര്യ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ സ്വർഗ്ഗത്തിലെ ഭാര്യ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ പടച്ചവനെ മൈമൂന എന്ന് പറയുന്ന പെണ്ണിനെ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ മൈമൂനയാണ് തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ റബീഅത്ത് ബിൻ ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടയാളം വെച്ചുകൊണ്ട് അതാ മൈമൂനയെ തിരഞ്ഞു പോവുകയാണ് എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ പടച്ചവനെ അതാ ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുകയാണ് പ്രിയപ്പെട്ട സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണാൻ പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് കടന്നു ചെന്നു വലിയ മഹാനാട് വലിയ മഹാനാ റബീഅത്ത് ബിൻ ഖൈസമിനെ കണ്ടപ്പോ എല്ലാവരും ഓടി വന്നു അവിടുന്ന് ചോദിച്ചു ഈ നാട്ടിലെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് എനിക്ക് ആ പെണ്ണിനെ ഒന്ന് കാണണം പടച്ചവനെ ജനങ്ങളെ തിരയുകയാ എല്ലാവരും തിരഞ്ഞു നോക്കി അവസാനം വന്നിട്ട് പറഞ്ഞു തങ്ങള് അവിടുന്ന് ജനങ്ങൾ പറഞ്ഞു 4 മൈമൂനമാരാണ് ഈ നാട്ടിലുള്ളത് ആ 4 പേരും നിങ്ങൾ തിരയുന്നവരല്ല ആ 4 പേരും കാരണം അവര് 4 പേരും നിങ്ങളെ തിരയാൻ പറ്റിയവരല്ല ആ 4 മൈമൂനമാരും നല്ലവരായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തിരയുന്ന മൈമൂന അവരല്ല അപ്പോഴാണ് പടച്ചവനെ റബീഅത്ത് ബിൻ ഖൈസം പറയുന്നു അല്ല മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് അപ്പോഴാണ് ഒരാൾ പറയുന്നത് തങ്ങള് ഒരു പ്രാന്തി പെണ്ണുണ്ട് തങ്ങള് അവള് പകല് മുഴുവനും അതാ മലയുടെ മുകളിലാണ് കഴിയുന്നത് രാത്രിയായ വെളുപ്പാങ്കാല സമയമായ മൈമൂന പാട്ടുപാടിക്കൊണ്ട് നടക്കുകയാ അവളിങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ പാട്ട് പാടിയിട്ട് നടക്കുകയാ പലരും ആ പെണ്ണു പാടുന്നത് കേട്ടിട്ടാണ് സുബഹിക്ക് എഴുന്നേക്കാറ് അങ്ങനെ ഒരു ഭ്രാന്തി പെണ്ണുണ്ടെന്ന് പറയുമ്പോ മലയുടെ മുകളിലാണ് താമസിക്കുന്നത് റബീഅത്ത് ബിൻ ഖൈസം പറഞ്ഞു എങ്കിലും ഞാൻ ചോദിക്കുന്ന മൈമൂനയതാ സിനിമാ കഥയല്ല സീരിയലിന്റെ കഥയല്ല പെങ്ങളെ മൈമൂനത്തിന്
മിസ്രിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും. മൈമൂനത്തിന് മിസ്രിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും. റബീഅത്ത് ബിൻ ഖൈസം അവിടുന്ന് കടന്നു പോവുകയാ. പടച്ചവനെ ചെല്ലുമ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അടുത്ത് നിന്നു പരസ്പരം സംസാരിക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ പെണ്ണ് കാണാമെന്നതാണല്ലോ തന്റെ സ്വർഗത്തിലെ ഭാര്യ, തന്റെ സ്വർഗത്തിലെ ഭാര്യ. പടച്ചവനെ മൈമൂന പറഞ്ഞു റബിയ ഒന്നുപെടുത്തിട്ട് വാ റബിയ. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാ, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാ. റബിയോട് പറഞ്ഞു ഒന്നുപെടുത്തിട്ട് വരാൻ. റബിയ ഒന്നുപെടുത്തിട്ട് വന്നു. റബീഅത്ത് ബിൻ ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂന പറയുന്ന ഖുർആൻ ഒന്ന് എനിക്ക് ഓദിത്താ, അല്ലാഹുവിന്റെ ഖുർആൻ എനിക്കൊന്ന് ഓദിത്താ. പെണ്ണ് കാണാമെന്ന് റബിയോട് പറയുന്നു, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരാൻ. നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് എനിക്കൊന്ന് കേൾക്കണം. സുബ്ഹാനല്ലാഹ്. റബിയ ഖുർആൻ എടുക്കുകയാണ്. അവിടുന്ന് ഖുർആൻ കയ്യിലേക്ക് കൊടുത്തു. ഖുർആൻ അവിടുന്ന് കയ്യിലേക്ക് കൊടുത്തു. റബിയ ഓതുന്നത് സൂറത്തുൽ മുസമ്മിലാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖവമു ഖീലാ ഇന്ന ലക ഫിൻ നഹാരി സബ്ഹൻ തവീലാ. അവിടെ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. മൈമൂന കേട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ സ്വർഗത്തിലെ പുതിയ പടയിരുന്ന ഖുർആൻ ഓതുമ്പോ മൈമൂന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഓതുന്നു ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് ഓതി കഴിയുമ്പോ റബിയാന്റെ കണ്ണ് നിറയുകയാണ്, മൈമൂനയുടെ കണ്ണ് നിറയുകയാണ്. റബീഅത്ത് ബിൻ ഖൈസം ആയത്ത് ഓതാൻ പറ്റുന്നില്ല. രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ, സീരിയല് കണ്ട് കരയുന്ന വാപ്പമാരെ. റബീഅത്ത് ബിൻ ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ തന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലിലെ ആയത്ത് ഓതുമ്പോ രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. മൈമൂന പറയുന്നു റബിയ ആയത്ത് ഒന്നുകൂടെ ഓത് റബിയ, ആയത്ത് ഒന്നുകൂടെ ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ റബിയ. എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, എന്റെ സ്വർഗത്തിലെ പുതിയ പടയല്ലേ, ഒന്ന് ഓത് റബിയ. റബീഅത്ത് ബിൻ ഖൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആയത്ത് രണ്ടാമത് ഓതുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ. നരകത്തെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുമ്പോ മൈമൂന പിടന്ന് താഴെ വീഴുകയാ. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത് കേൾക്കുമ്പോ നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ മൈമൂന എന്ന് പറയുന്ന മൈമൂനത്തിന് മിസ്രിയങ്ങ് പിടന്ന് താഴെ വീണു. പെങ്ങള് പിടന്ന് താഴെ വീണ ഉമ്മ പിന്നെ അനങ്ങുന്നില്ല, പിന്നെ അനങ്ങുന്നില്ല. ആയത്ത് കേട്ടിട്ട് അവിടെ കടന്നു മരിച്ചുപോയി. പടച്ചവരെ, ഇതാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ
പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ ആദരിക്കണോ, ബഹുമാനിക്കണോ, പഠിക്കണോ, അത് പഠിപ്പിക്കണോ, പാരായണം ചെയ്യണോ? ഖുർആനിനെ നിങ്ങൾ ബഹുമാനിക്കേ, ആദരിക്കേ, നിസാരമാക്കല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ പർവതങ്ങൾ പോലും അവിടെ നിന്ന് പേടിച്ചു വിറച്ച് പൊടിഞ്ഞു ധൂളികളായി പോകുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആനിനെ ആദരിക്കുക, ഖുർആനിനെ ബഹുമാനിക്കുക, ഖുർആനിനെ പഠിപ്പിക്കുക, ഖുർആനിനെ പഠിക്കുക, ഖുർആനുമായി ബന്ധപ്പെടുക. അങ്ങനെ ഖുർആനുമായി നീ ബന്ധപ്പെട്ട നീ അല്ലാഹുവിന്റെ പാർട്ടിക്കാരനാ, അല്ലാഹുവിന്റെ വിഐപികളാ. ഖുർആനിന്റെ ഹിരുകാര് അല്ലാഹുവിന്റെ ഏറ്റവും അടുത്തവരാ. നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാ അല്ലാഹു ഭാഗ്യം തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഉമ്മമാരേ, നിങ്ങൾക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ആലിമാകാൻ പറ്റിയില്ല, നിങ്ങളുടെ മക്കളെ ഹാഫിളാക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കാൻ പറ്റിയില്ല, നിങ്ങൾക്കും ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കൊച്ചുമക്കളെയെങ്കിലും നിങ്ങളുടെ മക്കളുടെ മക്കളെയെങ്കിലും നിങ്ങളുടെ ഹാഫിളീങ്ങളാക്കണേ. ഒരു വീട്ടിലൊരു ഹാഫിള് വേണേ, ഒരു വീട്ടിലൊരു ഹാഫിള് വേണേ. ഡോക്ടറും എഞ്ചിനീയറും എംഎക്കാരനും ഡിഗ്രിക്കാരനും മാത്രമല്ല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഒരു ഹാഫിളിനെ വേണം. കാരണം അവന്റെ ദുആ മതിയല്ലോ. അവന് 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരമുണ്ടല്ലോ. ഈ 30 മക്കൾ ഹാഫിളീങ്ങളായാൽ ഈ 30 മക്കൾക്കും അല്ലാഹു നാളെ പരലോകത്ത് വെച്ച് അവരോട് പറയും, വിളിക്കടാ, നിനക്കിഷ്ടമുള്ള 40 പേരെ വിളിച്ചോ, നിനക്കിഷ്ടമുള്ള 40 പേരെ വിളിച്ചോ. അവരെ കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുക, അവരെ കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുക. 40 പേരെ ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുള്ളവരായി മക്കള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ, നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാ. നാളെ പരലോകത്ത് വെച്ച് നിന്റെ കൈ പിടിച്ച സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാ. ഒരാളെയെങ്കിലും പഠിപ്പിക്കുക ബാപ്പമാരെ, ഉമ്മമാരെ. ഖുർആൻ പഠിച്ചവർക്ക് വല്ലാത്ത മഹത്തമാ. ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരാണല്ലോ, മജ്ലിസിന്നൂർ പാരായണം ചെയ്യുന്നവരാണല്ലോ. ആ ബദറിൽ ശഹീദായ ശുഹദാക്കളെ കൊണ്ടുവന്നപ്പോ നബി തങ്ങൾ ആദ്യമായിട്ട് പരിഗണിച്ചത് ഹാഫിളീങ്ങളായ ശുഹദാക്കളെയാ. ആ ബദറിൽ മരിച്ച, ആ ബദറിൽ ശഹീദായ ശുഹദാക്കളിൽ ഖുർആൻ പഠിച്ചവരെ ഹാഫിളീങ്ങളെയാണ് നബി തങ്ങൾ ആദ്യമായിട്ട് ഖബറടക്കാൻ പറഞ്ഞത്. നബി തങ്ങൾ പോലും ബഹുമാനിച്ചിരുന്നു. എന്റെ ചെറുപ്പക്കാരെ, മുത്തുനബി ഹാഫിളായിരുന്നടാ മോനെ. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാഫിളായിരുന്നടാ മോനെ. പഠിച്ചവനെ, നമുക്കും അങ്ങനെയാകണ്ടേ. നമ്മളും ഖുർആൻ പഠിക്കണ്ടേ. ഓരോ വർഷവും റമളാനിൽ നബി തങ്ങൾ തന്റെ ഉസ്താദായ ജിബ്രീൽ തന്നെ അവിടെ നിന്ന് ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനുമായി ബന്ധപ്പെട്. നമ്മുടെ മക്കളെ ഹാഫിളീകളാക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ വലിയൊരു മോഹമാ എന്റെ മക്കളെ ഹാഫിളാക്കണമെന്ന്. അല്ലാഹു എന്റെ മക്കളെ ഹാഫിളീകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു എന്റെ മക്കളെ ഹാഫിളീകളാക്കി തരുമാറാകട്ടെ. ഞാൻ എപ്പോഴും എന്റെ മോനോട് പറയും, മോനെ നീ ഹാഫിളാകണം. എന്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയും, എന്റെ മോൻ ഹാഫിളാവണം, ഹാഫിളാകണം എന്ന് എപ്പോഴും ഞാൻ പറയും. അല്ലാഹു എന്റെ പൊന്നു മക്കളെ ഹാഫിളീകളാക്കി തരുമാറാകട്ടെ. കാരണം ഞാൻ ഒരിക്കൽ ഖബർ സിയാറത്തിന് പോകുമ്പോ
ഒരു സഹോദരി ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒരു സഹോദരി ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകൻ സിയാറത്തിന് പോയിട്ടുണ്ട്, അവന് ഒന്ന് പെട്ടെന്ന് വരാൻ പറയണം. അപ്പം കോളേജിൽ പഠിക്കുന്ന മകനാ, ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനാ. ആ പൊന്നും മോനോട് ബസ് വരാൻ സമയമായി, അതുകൊണ്ട് അവനെ ഒന്ന് പറഞ്ഞു വിടണം. ഞാൻ ഖബർസ്ഥാനിൽ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത്ത ഇവിടെ ആരുമില്ല. ഇല്ല ഉസ്താദ്, എന്റെ ചെറിയ മകൻ അവിടെയുണ്ട്. ഞാനിങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടന്നു നോക്കുമ്പോ അവന്റെ വാപ്പാടെ ഖബറിന്റെ അടുക്കൽ ആ പൊന്നുമോൻ ഇരിക്കുന്നുണ്ട്. ഒരു 11-12 വയസ്സ് വരും. ഒരു ചെറിയ മകൻ തന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ വിളിക്കുന്നു, പെട്ടെന്ന് പോകാൻ. അവൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പായ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അവൻ എന്നോട് പറഞ്ഞു, എന്റെ വാപ്പായ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ. ചെറിയൊരു കുട്ടിയല്ലേ. ഞാനൊരു ഫാത്തിഹ ഓതി, ഇഖ്ലാസും മുഅബ്ബദത്തൈനൊക്കെ ഓതിയിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യടാ, ഞാൻ ആമീൻ പറയാം. നിന്റെ വാപ്പയല്ലേ മോനെ, നീ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാം. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്യ്. ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഈ പൊന്നു മോന്റെ വാപ്പായ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ആ കുഞ്ഞ് നിന്ന് കരയുകയാണ്. അവന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. അവന്റെ ഒരു കരച്ചിൽ ഇങ്ങനെ ഞാൻ പേടിച്ചു പോയി. പടച്ചോനെ, അവന്റെ ഉപ്പായ്ക്ക് സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ അവൻ വാപ്പാന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് താഴെ വീണു. ഞാൻ പെട്ടെന്ന് ദുആ നിർത്തിയിട്ട് അവനെ പൊക്കിയെടുത്തു. മോനെ മോനെ, അവനങ്ങ് കരയുകയാ. അവന്റെ ശ്വാസം പോലും നല്ലതുപോലെ വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏങ്ങി കരയാ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ കരയരുത്. നീ കരഞ്ഞാൽ നിന്റെ വാപ്പ ഖബറിനകത്ത് കിടന്ന് കരയും. നീ കരയുന്നത് നിന്റെ വാപ്പ കേൾക്കുന്നുണ്ട്. നീ ഇതിനകത്ത് കിടന്ന് നീ കരഞ്ഞാൽ നിന്റെ വാപ്പ കരയും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അവൻ എന്നോട് ചോദിക്കാൻ, ഞാൻ കരഞ്ഞ വാപ്പ കരയും ഉസ്താദേ? ഞാൻ പറഞ്ഞു, കരയും. എങ്കിൽ ഞാൻ കരയില്ല ഉസ്താദേ. അല്ലാഹുവേ, ആ പൊന്നുമോൻ അവസാനം ഇറങ്ങി പോകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന വാപ്പായോട് പറയുന്നത് പോലെ അവൻ പറയാ, വാപ്പാ, ഞാൻ 13 ജുസുവായി. ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് പറയുന്നത് പോലെ തന്റെ മരിച്ച് ഖബറിനകത്ത് കിടക്കുന്ന വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ മോൻ പറയാ, ഉപ്പ, ഞാൻ 13 ജുസുവായി. എനിക്ക് ഹാഫിളാകാൻ ദുആ ചെയ്യണം. എനിക്ക് ഹാഫിളാകാൻ ദുആ ചെയ്യണം. എനിക്ക് വാപ്പാടെ കയ്യിൽ പിടിച്ച് ഉപ്പാനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ളതാണെന്ന് ഖബറിൽ കിടക്കുന്ന വാപ്പയോട് പറയുന്ന ഒരു മകനെ കണ്ടപ്പോ അന്നിക്ക് വല്ലാത്ത ആഗ്രഹം, അല്ലാഹ് എന്റെ മക്കളെ ഹാഫിളാക്കണം. നമ്മൾ ചിന്തിക്കണോ, നമ്മൾ മരിച്ച ഒരു യാസീൻ ഓതാനെങ്കിലും നമ്മുടെ മക്കൾ വരുള്ളൂ. മരിച്ചുപോയ വാപ്പയുടെ ഉമ്മയുടെയും ഖബറിന്റെ ചാരത്ത് ഇന്നത്തെ മക്കൾ വരും. ഒരു യാസീൻ ഓതാനെങ്കിലും അറിയോ? സമയമുണ്ടോ? പെങ്ങളെ ചിന്തിക്കണം. നമ്മൾ മരിച്ച് ഖബറിൽ പോയി കിടക്കുമ്പോ നമ്മുടെ മക്കൾക്ക് സമയമില്ലടോ. ആർക്കും നമ്മളെ നോക്കാനോ വരാനോ ഒന്നിനും സമയമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മകൾ ചെയ്യണോ. എന്തെങ്കിലൊക്കെ